ആയിരം ഉണ്ണിക്കണ്ണന്റെ വികൃതികളെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഒരു ജന്മം എടുത്തു പറഞ്ഞാൽ പോലും തീരില്ല ഭഗവാന്റെ വികൃതികൾ. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാൻ കാണിച്ചൊരു വികൃതി. മാർച്ച് 10 വിശ്വപ്രശസ്തമായിട്ടുള്ള ഗുരുവായൂർ ആനയോട്ടമായിരുന്നു. അന്ന് ഭഗവാന്റെ അരികിലേക്ക് ആദ്യമായി ഓടിക്കയറിയത് ബാലുവായിരുന്നു. അന്ന് ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാര വർണ്ണന ഒരു കയ്യിൽ താമരയും മറുകൈയിൽ ഓടക്കുഴലുമായിരിക്കുന്ന കണ്ണനായിരുന്നു. അന്ന് ഭക്തജനങ്ങൾ ചിന്തിച്ചിരുന്നു ഭഗവാൻ ഈ താമര ആർക്ക് സമർപ്പിക്കും എന്നുള്ളത്. ഭഗവാൻ നിരീക്ഷിച്ചത് ആരെയാണ്? ഗജവീരൻ ബാലുവിനെ തന്നെയാണ്. അങ്ങനെ ബാലു വിജയിയായി. ഭഗവാന്റെ ശീവേലിക്ക് ഭഗവാന്റെ തിടമ്പ് ശിരസിലേറ്റി ബാലു. തന്നെ ശിരസിലേറ്റിയ ബാലുവിനെ അദ്ദേഹം ആ ശ്രീലകത്ത് ഇറങ്ങി വന്ന് ഭഗവാൻ താമര സമർപ്പിച്ചു. പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ എന്ന നടന്ന സംഭവമാണ്. ഭഗവാന്റെ തിടമ്പ് ശിരസിലേറ്റിയ ബാലു ഏകദേശം 5 മണിയോടെ കൂടെ ബാലുവിനെ കൊണ്ടുപോയി കെട്ടിയിട്ടു. അധികം ആൾത്തിരക്ക് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഒരു കുട്ടി ഒരു താമരപ്പൂവുമായിട്ട് ബാലുവിന്റെ അരികിലേക്ക് ഓടി വന്നു. അങ്ങനെ ബാലുവിനെ നീട്ടി. ബാലു തുമ്പിക്കൈ കൊണ്ട് ആ താമര വാങ്ങിച്ചു. ഇത് കണ്ടു നിന്നിരുന്ന ഒരാൾ ഓടി വന്നിട്ട് ഈ കുട്ടിയെ തള്ളി മാറ്റി. ആനക്കാരൻ ഓടി വന്നു. പെട്ടെന്ന് ആ കുട്ടി ഓടി മറിഞ്ഞു. ക്ഷേത്രത്തിൽ എല്ലാവരും ആ കുട്ടിയെ തിരഞ്ഞെങ്കിലും ആ കുട്ടിയെ കാണാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഒരു താമരപ്പൂവുമായിട്ട് ബാലുവിന്റെ അരികിലേക്ക് വരണമെങ്കിൽ അത് ആരായിരിക്കും? അത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ അല്ല എന്ന് പറയാൻ ആർക്കും സാധിക്കില്ല. കാരണം ആ ബാലുവിന്റെ അരികിലേക്ക് ഒരു താമരപ്പൂവുമായിട്ട് വരണമെങ്കിൽ അത് കേവലം ഒരു സാധാ കുട്ടിയെ കൊണ്ട് സാധിക്കില്ല. അത് ആ പൊന്നു ഗുരുവായൂരപ്പൻ തന്നെയാണ്. തന്റെ അരികിലേക്ക് ആദ്യമായി ഓടിയെത്തിയ ആ ഗജവീരനെ ഭഗവാൻ അങ്ങ് പോയി സ്വീകരിച്ചു.